ഏവർക്കും സ്പോർട്ട് ടോപ്പിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരാശകരമായൊരു വർഷമാണ് കടന്നു പോകുന്നത്. 7 തോൽവികൾ ഈ വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2 വിജയങ്ങളും ഒരു സമനിലയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ആകെ ഈ വർഷത്തിൽ 7 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തിലെ പ്രകടനം കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ കുറിച്ചാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്ക്വാഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് ലാറ ശർമ്മ എന്ന ഗോൾ കീപ്പറെ കുറിച്ചാണ്. സച്ചിൻ സുരേഷ് പരിക്കാവുന്നു. അതിനുശേഷം കരൺജിത്ത് വരുന്നു. കരൺജിത്തിന്റെ ഒരു മോശം പ്രകടനം നമ്മൾ സീസണിലുടനീളം കാണുന്നു. അങ്ങനെയാണ് ലാറ ശർമ്മയ്ക്ക് അവസരം കിട്ടുന്നത്. പുള്ളിക്കാരൻ എന്തായാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് എന്നതാണ് സ്പോർട്ട് ടോപ്പിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് സേവുകൾ നടത്തുന്നു. നല്ല റിഫ്ലക്സ് ആക്ഷൻ പുള്ളിക്കാരൻ ഗെയിം ഉടനീളം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് പോകുന്ന പന്തുകളൊക്കെ നന്നായി റീച്ച് ചെയ്യാൻ ലാറ ശർമ്മയ്ക്ക് കഴിയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് പറയാനുള്ളത് ഹോർമിപ്പാമിന്റെയും അഷറിന്റെയും പ്രകടനമാണ്. ഹോർമിപ്പാമ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ക്രോസുകളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി കൂടി നന്നായി ഹോർമിപ്പാമ് കളിക്കുന്നുണ്ട്. അടുത്തൊരു പ്രകടനം അഷറാണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുള്ളത്. ഒരുപാട് ഇന്റർസെപ്ഷൻസ് ഒക്കെ നടത്താൻ അഷറിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡിലേക്ക് നല്ല ബോളുകൾ കൊടുക്കാനും അഷറിന് കഴിയുന്നുണ്ട്. അടുത്തത് വിപിൻ മോഹന്റെയും അതുപോലെ തന്നെ ജീക്സൺ സിംഗിന്റെയും പ്രകടനമാണ്. വിപിൻ മോഹനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ഒരു കണക്ടറൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഗെയിമിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജീക്സൺ സിംഗിന്റെ പ്രകടനം കൂടി നമുക്ക് പ്ലേ ഓഫിൽ ഉതകുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തായാലും ഇവർ രണ്ടുപേരും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വരണമെന്നാണ് സ്പോർട്ട് ടോപ്പിയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അടുത്തത് പറയാനുള്ളത് സൗരവ് മൊണ്ടലിന്റെ ഒരു പ്രകടനമാണ്. നമ്മൾ ആ ഒരു റൈറ്റ് വിങ്ങറായിട്ട് നമ്മൾ ഒരുപാട് നിരാശകൾ സമ്മാനിച്ചിട്ടുള്ള സീസൺ ആയിരുന്നു ഈ ഒരു സീസൺ. രാഹുലിന്റെ പ്രകടനം അത് ആര് റീപ്ലേസ് എന്നുള്ളത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ സൗരവ് മൊണ്ടലിന്റെ ഒരു പ്രകടനം കാണുന്നത്. ഹൈദരാബാദ് FC-ക്കെതിരെ മത്സരത്തിന് ശേഷം 2 അസിസ്റ്റുകളാണ് പുള്ളിക്കാരൻ നേടിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്രോസുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി കൂടി നന്നായി കളിക്കാൻ സൗരവ് മണ്ഡലിന് കഴിയുന്നുണ്ട്. അടുത്തൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഐമന്റെ പ്രകടനമാണ്. ഐമൻ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടാണ് കളിക്കാറ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ സ്ട്രൈക്കറായിട്ട് കളിച്ചു. ഒരു ഗോളും ഒരു അസിസ്റ്റും ഒരു പ്രീ അസിസ്റ്റും ഐമൻ നേടുകയുണ്ടായി. അങ്ങനെ ഗെയിമിലുടനീളം മികച്ച രീതിയിൽ നിറഞ്ഞു കളിക്കാൻ ഐമന് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഫ്രെഡിയുടെ ഒക്കെ പ്രകടനം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ പ്രകടനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് പ്ലേ ഓഫിലെ പ്രതീക്ഷകളായിട്ട് തോന്നിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരങ്ങളായിട്ടുള്ള ലൂണയും ദിമിയയും കുറിച്ചാണ്. അവർ ബ്ലാസ്റ്റേഴ്സിൽ പ്ലേ ഓഫ് കളിച്ചേക്കില്ല എന്നുള്ളതൊക്കെയാണ് ഇവാൻ ഉക്കോമനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും അതൊരു മൈൻഡ് ഗെയിമായിട്ടാണ് സ്പോർട്ട് ടോപ്പിലേക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ റിക്കവറി പ്രോസസ്സൊക്കെ എന്തായാലും അതിനുള്ളിൽ കഴിയുമെന്നുള്ളതാണ് സ്പോർട്ട് ടോപ്പിയുടെ പ്രതീക്ഷ. എന്തായാലും ഈ ഒരു സ്ക്വാഡ് വെച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കനക കിരീടം സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ISL കനക കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്നതും കാത്ത് കണ്ണും നട്ട് ഇരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.